ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയുള്ള ഒരു ബഡാ ബംഗ്ലാവിലാണ്. ബംഗ്ലാവല്ല കേട്ടോ ഗൈസ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്താ പറയുക, പെരിന്തൽമണ്ണയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. നമ്മൾ പോകുമ്പോൾ ഇത് കാണാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ കയറി നോക്കണമെന്ന് വിചാരിച്ചിട്ട് കാലം കുറേ ആയി. ഇപ്പോഴാണ് ഗായ് സമയം സന്ദർഭമൊക്കെ കിട്ടിയത്. അങ്ങനെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ സെവൻത്ത് ലോഞ്ച് എന്നാണ് കേട്ടോ. അപ്പോൾ പേരും അതുപോലെ സെറ്റപ്പ് ഗുട്ടപ്പൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളി ഗെറ്റപ്പ് ഗുട്ടപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ചുമ്മാ കയറി നോക്കിയത്. അപ്പോൾ എത്തിയപ്പോൾ ഒരു വലിയ മെനു കിട്ടി ഗൈസ്. ഈ മെനു നോക്കിയപ്പോൾ കണ്ണ് തള്ളിപ്പോയി, കിളി പാറിപ്പോയി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇതിൽ എന്താ ഓർഡർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു അന്തവും കുന്തവും ഇല്ല. കാരണം ഒക്കെ നമ്മൾ ഇതുവരെ പേര് കേൾക്കാത്ത ഓരോരോ സംഭവങ്ങളാണ് അതിനകത്തുള്ളത്. നമുക്കറിയുന്ന വല്ലതും ഉണ്ടെങ്കിലല്ലേ ഓക്കെ ഇത് നമുക്ക് പരിചയമുള്ള ഒരാളാണെന്ന് വിചാരിച്ച് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇത് ഗൈസ് ഒരു പിടുത്തമില്ല. ഫൈക്കാക്കും ഞാനും തല കുത്തി മറിഞ്ഞ് നോക്കിയിട്ടും നമുക്ക് പരിചയമുള്ള ഒരു സംഭവം അതിൽ കാണാനില്ല എന്നുള്ളതാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ ഉള്ളത് സെവൻത്ത് ലോഞ്ച് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ. ഇവിടെ ഈ മെനു ബുക്ക് നോക്കുമ്പോഴേ എന്താ പറയുക, ഇതാണ് ഇതിൻ്റെ മെനു ബുക്ക്. ഇതിനകത്ത് നോക്കുമ്പോൾ അധികം നമ്മൾ സാധാ കേട്ട പേരുകളൊന്നുമില്ല, വളരെ കുറവാണ്. പിന്നെ നമ്മൾ ബർഗറാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ബർഗറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൽ ക്ലാസിക് പുൾഡ് ബർഗറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ എന്താവുന്ന അവസ്ഥ എന്നറിയില്ല. ഇതിൽ ഫുള്ള് ഇറ്റാലിയൻ അങ്ങനത്തെ സംഭവമാണ് തോന്നുന്നു. നമുക്കുണ്ടോ കണ്ണൂർ ഉച്ചത്തക്കാരം ഇതിൻ്റെ ഫ്രണ്ട് പേജിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷെഫ് ഷമീം വെറൈറ്റീസാണ്. അപ്പോൾ മേ ബി ഇവിടുത്തെ ഷെഫ്, മെയിനായിട്ടുള്ള ഷെഫ് ഷമീം ആയിരിക്കണം. ഫൈക്കാക്കും അപ്പോഴേ എന്നോട് പറഞ്ഞതാ നമുക്ക് തട്ടുകടയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. ഫൈക്കാക്കിന് ഈ നാടൻ ഭക്ഷണമാണ് കേട്ടോ ഇഷ്ടം. ഈ പൂളയും ബോട്ടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആശാനെ നോക്കണ്ട, അത്രയും ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ നേരെ തിരിച്ചാണ് ഗൈസ്. എനിക്കാണെങ്കിൽ ഞാൻ ഫാസ്റ്റ് ഫുഡിൻ്റെ ആളാണ്. ബർഗർ, പിസ്സ, ബ്രോസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. ഫൈക്കാക്കുവിന് നാടൻ ഫുഡ്, അതായത് ബോട്ടിയും പൂളയും അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഫൈക്കാക്കുവിന് ഇഷ്ടം കേട്ടോ. എനിക്കാണെങ്കിൽ ബോട്ടിയും പൂളയൊക്കെ സഹിച്ചുകൂടാ, അങ്ങനെയാണ്. എന്തായാലും ഫൈക്കാക്ക് പാവാണ് കേട്ടോ, എൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ എന്ത് ചെയ്ത് നമ്മളിവിടെ കയറിയതാണ്. ഇത് തണുത്ത് മരവിക്കുന്നൊരു കൈൻഡ് ഓഫ് റൂം. ഇത് കണ്ടിട്ട് റോയൽ ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ? ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാനിങ്ങനെ പെരിന്തൽമണ്ണ ഈ സ്ഥലം വരുന്നത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മൗലാന റോഡ് ഉണ്ടല്ലോ, മൗലാന റോട്ടിലാണുള്ളത്. ഊട്ടി റോഡ് എന്നല്ലേ അതിന് പറയാം. ആ റോട്ടിലാണ് ഗൈസ് ഉള്ളത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ അങ്ങനെ വീഡിയോ എടുക്കുന്നത്. എനിക്കിങ്ങനെ പുതിയ ഹോട്ടൽസിലൊക്കെ പോയി എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അത് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബേബിക്ക് ഇവമോൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഒരു സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അവരിങ്ങനെ ഫുള്ള് എന്താ പറയുക അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. ഇവമോൾക്ക് ഇങ്ങനെ ബേബിക്ക് ഇങ്ങനെ ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഒരു ഈച്ചക്കുഞ്ഞ് പോലും ഈ ഷോപ്പിൽ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ഞങ്ങൾ പിന്നെ മനുഷ്യക്കുഞ്ഞുങ്ങളായതുകൊണ്ട് പ്രശ്നമില്ല, കൂട്ടൂലേ. ചുമ്മാ ചളി അടിക്കുക ഗൈസ്, അല്ലാണ്ട് എന്താ ഇപ്പോൾ പറയാ. ഇനി ബേബി ഡോറ് തുറക്കൂല, ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോര് പാത്തുമ്മ, ഡോറ് തുറക്കൂല, ഡോർ നോ ഓപ്പൺ. ഇനി ബേബി ആണെങ്കിൽ ഡോറ് തുറക്കുന്നത് നോക്കി ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തായാലും തുറക്കണ്ട, ക്ലോസ് ചെയ്യണം, കാരണം അവളിങ്ങനെ പുറത്തേക്കൊക്കെ പോവാണ് കേട്ടോ. ഇവ മോളൊരു ബേബി ചെയർ വലിച്ചു വരുന്നുണ്ട്. അതെന്താ ഇവ ബേബി ചെയറാ? അതിൽ ഇനി ബേബി ഇരിക്കൊന്നുമില്ല, അതിൽ ഇരിക്കൂല, ബേബി ഇരിക്കൂല. പിന്നെ ഇല്ല, ഇരുത്തി കഴിഞ്ഞോളൂ. ഇവമോൾക്കാണ് വലിയ നിർബന്ധം ഇന ബേബിനെ ബേബി ചെയറിലിരുത്തുന്നത്. ഇവമോൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഓൾക്ക് ഇപ്പോൾ ഇരിക്കാൻ പറ്റില്ലല്ലോ, കാരണം അവൾ വലിയ കുട്ടിയായി നമ്മളിങ്ങനെ പറയാം. അപ്പോൾ സങ്കടം ഉണ്ടെന്ന് തോന്നണു. പക്ഷെ ഗൈസ് എന്താ ചെയ്യുക, അവളൊന്നും ഇതിലിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന ബേബിനെ അതിനകത്തേക്ക് ഇരുത്തട്ടോ. ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്തൊരു പോസിറ്റിവിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്. കുറച്ച് ഓവർ ഹോസ്പിറ്റാലിറ്റി ഉണ്ടോ എന്നൊരു സംശയം, അതാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ മൈ ഡിയേഴ്സ് അൺസഹിക്കബിളാണ്. അൺസഹിക്കബിൾ എന്ന് പറഞ്ഞാൽ അൺസഹിക്കബിൾ. പക്ഷെ ഹോസ്പിറ്റാലിറ്റി വെച്ച് നോക്കുമ്പോൾ
കൊള്ളാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അങ്ങനെ ഗൈസിന് ബേബിനെ അതിനകത്ത് ഇരുത്തി. സാധാരണ ഇന് ബേബി അവിടെ ഇരിക്കാറില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് അവളെ ബേബി ചെയറിൽ ഇരുത്തി കഴിഞ്ഞാൽ തുടങ്ങും അവൾ കരഞ്ഞ് പൊളിച്ചാലാക്കാകല്ല. അപ്പോൾ പിന്നെ നമ്മൾ വേഗം അതിൽ നിന്ന് എടുക്കും. പക്ഷെ ഇതെന്താണെന്നറിയില്ല, ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ ഒരു റോയൽ ടച്ച് കണ്ടപ്പോൾ ആൾ ഇരുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും പിന്നെ കുറച്ച് സമയത്തേക്ക് ആളിങ്ങനെ ഇറങ്ങി നടക്കാൻ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതിനകത്ത് തന്നെയായിരുന്നു. അപ്പോൾ അതാ ഈ ചെയറൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത് ആ ഷോപ്പിലുള്ള ആളുകൾ തന്നെയാണ്. അതാണ് അതിൻ്റെ മറ്റൊരു ഗുട്ടൻസ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്തേക്ക് അർജൻറ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഫുഡ് ആക്കി തരാമെന്ന് അവർ പറഞ്ഞു. ആക്ച്വലി അതിനകത്ത് കുക്കിംഗ് ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് ടൈം 25 മിനിറ്റാണ്. അത് കണ്ടപ്പോൾ ഇവിടുന്ന് എണീറ്റ് പോകണമെന്ന് തോന്നി എനിക്ക്. അപ്പോൾ അവർ പറഞ്ഞു നേരത്തെ ആക്കിത്തരാം, 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഫുഡ് തരാമെന്ന്. അങ്ങനെ നമ്മൾ ക്ഷമിച്ച് അവിടെ ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ചായ വന്നിട്ടുണ്ട്. സാധാരണ ഞാൻ കട്ടൻ ചായയാണ് ഓർഡർ ചെയ്യൽ. ഇന്ന് എന്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പാൽ ചായ തന്നെ ഓർഡർ ചെയ്തു ഗൈസ്. അങ്ങനെ നമ്മുടെ ചായ വന്നു. പിന്നെ നെക്സ്റ്റ് ഇനി വരാനുള്ളത് നമ്മളുടെ ബർഗറുമാണ് കേട്ടോ. ബർഗറും കൂടെ വന്നാൽ നമ്മുടെ കോളം ഫില്ലായി. ജിജു, എന്തിനാണ് താങ്കൾ ഇന്ന് ചായയെ പ്രദക്ഷിണം ചെയ്യുന്നത്? എന്താ കുഴപ്പം? ഇടു. സോ വാട്ട്? എന്തായിരുന്നു താങ്കളുടെ ഇന്നത്തെ ഇന്റൻഷൻ? ജിജു 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 ഭയങ്കര ഈശ്വരവിശ്വാസിയാണ് ഗൈസ്. ഞാൻ സുമ്മാ പറഞ്ഞതാണ് കേട്ടോ. അവൻ ഇങ്ങനത്തെ സംഭവം എന്ന് പറയുന്നതൊന്നും ഇഷ്ടമില്ല. അതാണ് കഥ. പിന്നെ നമ്മളെ ബർഗർ വന്നു ഗൈസ്. ഇതാണ് ഈ ഒരു ബർഗർ. സത്യം പറഞ്ഞാൽ ഈ ഒരു ബർഗറിന് 270 രൂപയാണ്. സാധാരണ ബർഗറിന്, ചീസ് ബർഗറിന് 100 രൂപയ്ക്കാണ് പൊതുവേ ഒരു മാർക്കറ്റിലുള്ള റേറ്റൊക്കെ. അതല്ലേ ഗൈസ്, എനിക്ക് അതാണ് തോന്നുന്നത്. പിന്നെ ഇതിനകത്തുള്ള AC യുടെ ബില്ല്, ഇത് കടയുടെ വാടക എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 270 എന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയുക, കുഴപ്പമില്ലായിരുന്നു പറഞ്ഞൂടാ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ബർഗർ. കുഴപ്പമില്ല, കഴിക്കാം എന്ന് മാത്രം ഗൈസ്. അങ്ങനെ നമ്മളെ ബില്ല് വന്നു. ഇതാണ് ഗൈസ് നമ്മുടെ ബില്ല്. 3 ബർഗറും 3 ചായയും. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, 270 രൂപൻ്റെ ബർഗറിനേക്കാളും ടേസ്റ്റ് നമ്മൾ 100 രൂപയ്ക്ക് ലോക്കലായിട്ട് കഴിക്കുന്ന ബർഗറാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുണ്ട് ഗൈസ്, ആളുകളെ എൻഗേജ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണത്. ഇവിടെ വേർഡ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഓരോ സംഭവങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ ഇതിലിങ്ങനെ ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ സർക്കിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഫുഡ് കിട്ടുന്നത് വരെ ആളുകൾ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് അല്ലേ? ഇപ്പോൾ പേനല്ലല്ലോ മമ്മാൻ്റെ അടുത്ത്. പിന്നെ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ QR വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ്. ഇപ്പം എന്താണെന്ന് പറയുക ഗൈസ്, നമ്മുടെ പണ്ടൊക്കെ നമ്മളെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലവായി പോകില്ലായിരുന്നു. ഇപ്പം നേരെ തിരിച്ചാണ്. കയ്യിൽ പൈസ വെക്കുന്ന ഒന്നുകൂടെ സേഫ് എന്ന് തോന്നും. അക്കൗണ്ടിലെങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ അത് പോകുന്ന വഴിക്ക് കണ്ണും കാതും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ എന്താണെന്നറിയോ, അക്കൗണ്ടിലെ പൈസ ഷൂ എന്ന് പറഞ്ഞ് വരുന്നു പോകുന്നു. സാലറി ഒക്കെ എവിടെ പോയി എന്ന് പറയാൻ പറ്റില്ല. സാലറി വന്ന ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്കും സാലറി ഫുള്ള് തീർന്നിട്ടുണ്ടാകും ഗൈസ്. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ വാഷ് ചെയ്ത് പിന്നെ അതിന് ശേഷം ബില്ലൊക്കെ കൊടുത്തതിന് ശേഷം ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. നല്ല രസമല്ലേ? ഞാനിങ്ങനെ കണ്ടിട്ടുള്ള ബ്രൈഡ്സും ഗ്രൂംസൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ബോർഡ്. എന്താണ് 7th ലോഞ്ച് റെസ്റ്റോറൻറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ വന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, നമുക്ക് വന്ന് അറിയാമല്ലോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന്. ഓ ജിജിക്കാക്ക് വിഗ്രി കാട്ടുന്നുണ്ടോ? വണ്ടി നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ബാക്കിൽ ഒരു കുഗ്രാമത്തിൽ കൊണ്ടുപോയിട്ടാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു പോവാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ അത് പോകുന്നതിന് മുന്നേ ഫൈക്കാക്കൊരു ഒരു ചെറിയ സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ റോഡ് സൈഡിൽ നിർത്തിയത്. അപ്പോൾ ഞാനൊന്നും ഇറങ്ങിയിട്ടില്ല, കാരണം രാത്രിയല്ലേ ഗൈസ്. അപ്പോൾ ഞാനിരുന്നു. അപ്പോൾ ഇവ മോളെ എൻ്റെ ബേബിൻ്റെ സ്നേഹപ്രകടനം കണ്ടോ? ഇടയ്ക്കൊക്കെ ഇവരിങ്ങനെയാണ് ഗൈസ്. കണ്ട ഗൈസ്, രണ്ടുപേരുടെ സ്നേഹപ്രകടനേ. ഗ്ലാസിൻ്റെ വണ്ടിയിലാണ് ഇപ്പം ഞങ്ങളുള്ള. വണ്ടിൻ്റെ ഗ്ലാസ്സിൽ നിന്ന് അപ്പുറത്തേക്കും ഉമ്മ വെക്കാണ്. നേരെ കണ്ട ഇടയ്ക്ക് കിരിമാമ്പാടം വരെയാണ്. ഇപ്പോൾ ഭയങ്കര സ്നേഹം. മാഷാ അല്ലാ, അങ്ങനെ തന്നെ പോട്ടെ അല്ലേ. കണ്ടോ, ഉമ്മ കൊടുക്കണേ.
ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തി നിൽക്കുക കേട്ടോ. എന്താ വെച്ചാൽ ഫൈക്കാക്കു ഹെഡ്സെറ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണത്. അപ്പോൾ അതെന്തിനാണ് പോണതെന്ന് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറയാം. ഇപ്പം എന്തായാലും അതങ്ങനെ കിടക്കട്ടെ. പോണ കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ ഹൈറാവാണ് ഉഷാറാവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും അറിയിക്കാം. അപ്പോൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഫൈക്കാക്കുനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ഒരു 3-4 ദിവസം ഫൈക്കാക്ക് വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഫൈക്കാക്കുനെ എന്താ പറയുക ഹെഡ്സെറ്റ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കാറിൽ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതൊക്കെയാണ്. വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ എൻ്റെ ഡിംപിൾസ് ഇങ്ങനെ തെളിഞ്ഞു വരും, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് കഥ. അപ്പോൾ ഫൈക്കാക്ക് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ പോട്ടെ, ബൈ ബൈ. അങ്ങനെ മുത്തുമണീസെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഫൈക്കാക്കുവിൻ്റെ ബാഗ് പിടിക്കാൻ 2 അവകാശികൾ, 2 പേർക്കും വേണം ഫൈക്കാക്കുവിൻ്റെ ട്രോളി. അങ്ങനെ 2 പേര് അതിന് വാശി പിടിച്ച് കരയും. പിന്നെ ഫൈക്കാക്കുവിൻ്റെ ആർക്കും കൊടുക്കാണ്ട് നമ്മളിവിടെ എത്തി. അപ്പോൾ കൊച്ചുവേലിക്കുള്ള ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്തേക്കാണത്. അപ്പോൾ അത് ആ ട്രെയിൻ വരുന്ന അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്. ട്രെയിൻ നമ്പർ 16350 നീലാംപൂർ റോഡ് കൊച്ചുവേലി രാജറാണി എക്സ്പ്രസ്. ഗൈസ് ഒരു വിഷമം എന്താ വെച്ചാൽ ഫൈക്കാക്ക് ഒറ്റക്കാണ് ഗൈസ് പോകുന്നത്. ഞങ്ങൾ ആരും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഞാനും 2 ബേബീസും എന്താ പറയുക ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഫൈക്കാക്കുന് ഇങ്ങനെ ടാറ്റ കൊടുത്ത് ഞങ്ങൾ പോവാട്ടോ. ഇത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.